ഹലോ നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് റേറ്റ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാ ദിവസവും സ്വർണ്ണവിലയും വെള്ളിവിലയും സ്വർണ്ണത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും യഥാസമയം ലഭിക്കാനായി സ്ക്രീനിൽ വലതുവശത്ത് കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി തുടർന്ന് വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. ഇന്ന് 2025 മാർച്ച് മാസം 2-ാം തീയതി, കുംഭമാസം 18-ാം തീയതി, ഞായറാഴ്ച. സമയം രാവിലെ 6 മണി. സ്വർണ്ണവിലയിൽ തകർച്ച തുടരുന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവില തുടർച്ചയായി 4-ാം ദിവസവും താഴേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് നേരിയ ആശ്വാസം നൽകിക്കൊണ്ട് കഴിഞ്ഞ 4 ദിവസത്തിനിടെ സംസ്ഥാനത്ത് ഒരു പവൻ സ്വർണത്തിന് 1000 രൂപയിലധികമാണ് കുറവ് രേഖപ്പെടുത്തിയത്. ഇന്നലെ മാർക്കറ്റ് വാരാന്ത്യം ക്ലോസ് ചെയ്യുമ്പോൾ ഗ്രാമിന് 10 രൂപയും പവന് 80 രൂപയും കുറഞ്ഞ സ്വർണ്ണവില പവന് 63,520 രൂപയിലാണ് ഇപ്പോൾ വ്യാപാരം പുരോഗമിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിലും ഇടവേളയ്ക്ക് ശേഷം തകർച്ച സംഭവിച്ച സ്വർണ്ണവില ശനിയാഴ്ച രാജ്യാന്തര വിപണി വാരാന്ത്യം ക്ലോസ് ചെയ്യുമ്പോൾ $2,860 താഴെയായിട്ടാണ് വ്യാപാരം എത്തി നിൽക്കുന്നത്. ഇന്ന് ഞായറാഴ്ച രാജ്യാന്തര വിപണി അവധിയായതിനാൽ സ്വർണ്ണവില മാറ്റമില്ലാതെ തുടരും. വരും ദിവസങ്ങളിൽ സ്വർണ്ണവില വീണ്ടും ഉയരാനുള്ള സാധ്യതയും കൂടുതലായും വിദഗ്ധർ പ്രവചിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ സ്വർണ്ണവില അന്താരാഷ്ട്ര മാർക്കറ്റിൽ 1 ഔൺസ് സ്വർണത്തിന് $2,858. സംസ്ഥാനത്ത് ഇന്ന് രാവിലെ 24 ക്യാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 8,661 രൂപ, 1 പവൻ 69,294 രൂപ. 18 ക്യാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 6,496 രൂപ, 1 പവൻ 51,970 രൂപ. സംസ്ഥാനത്ത് ഇന്ന് രാവിലെ 916 സ്വർണ്ണവില 1 ഗ്രാം 7,940 രൂപ, 1 പവൻ 63,520 രൂപ. ഇന്ന് സംസ്ഥാനത്ത് വെള്ളിവില 1 ഗ്രാം 104 രൂപ, 1 കിലോ 1,04,000 രൂപ. ഇന്നത്തെ മാറി വരുന്ന പുതിയ സ്വർണ്ണവില ഇന്ന് രാവിലെ 10 മണിക്ക് ശേഷം പുതിയ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴി കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനായി താഴെ കാണുന്ന ലിങ്ക് ഫോളോ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു. താങ്ക്